നിങ്ങൾ വിചാരിക്കും ഇതെന്താ വിളക്കുമായിട്ട് എന്നല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പണിയിൽ ഈ വിളക്കിലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയൊരു ടാസ്ക് ആയിരിക്കും നിലവിളക്കൊക്കെ ക്ലീൻ ചെയ്തെടുക്കൽ. അപ്പോൾ ഇനി മുതൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു ടാസ്ക്കായിട്ടേ തോന്നത്തില്ല. ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് ഇഷ്ടിക പൊടിച്ച പൊടിയാണ്. അപ്പോൾ വളരെ നൈസായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടിക ഇല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ ഓടിൻ്റെ കഷ്ണവോ നമ്മൾ വീടിനൊക്കെ മേൽക്കൂരയായിട്ട് വെക്കുന്ന ഓടുണ്ടല്ലോ അതോ അല്ലെങ്കിൽ നമ്മളെ മൺചിരാത് അത് പൊടിച്ചതോ ആയിട്ടെടുക്കാം. അതിൻ്റെ കൂടെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഒരു അര സ്പൂണ് ഉപ്പും ഒരു പകുതി ചെറുനാരങ്ങയും എടുത്തിട്ട് ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ചെറുനാരങ്ങയുടെ നീര് കുറവാണെങ്കിൽ ഒരു പകുതിയും കൂടി എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളക്ക് എടുത്തതുകൊണ്ട് അതിൽ എണ്ണയൊക്കെ ഉണ്ട്. അതൊന്ന് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു മോശം തുണിയോ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ആ എണ്ണയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് നമുക്ക് ഈ വിളക്കിലേക്ക് കുറച്ചായിട്ട് ഓരോ സൈഡിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു പഴയ ഒരു സ്ക്രബ്ബറോ അല്ലെങ്കിൽ ചകിരിയോ വെച്ചിട്ട് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വയ്ക്കുക. അതിന് ശേഷം സ്ക്രബ്ബർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി ഉരച്ച് കൊടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നല്ലൊരു പച്ച കളറൊക്കെ പിടിച്ച് എണ്ണേൻ്റെതാണ്. അപ്പോൾ ഇപ്പോഴേക്കും എണ്ണ എന്ന് പറയുമ്പം ഒരു പെട്ടെന്നൊരു പച്ച കളറൊക്കെ പിടിക്കുന്ന ഇതാണ്. അപ്പോൾ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു പച്ച കളറൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് അമർത്തി ഉരക്കുമ്പോഴേക്ക് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് പോയി കിട്ടുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള നമ്മൾ സോപ്പൊക്കെ വെച്ച് കഴുകുമ്പോൾ എത്രമാത്രം റിസൾട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെ തന്നെ ഒന്ന് കണ്ട് മനസ്സിലാക്കിക്കോളൂ. നല്ലൊരു വിളക്കും അതുപോലെ തന്നെ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ കഴുകാൻ നല്ലൊരു സാധനം തന്നെയാണ് നമ്മൾ ഈ ഒരു ഇഷ്ടികേൻ്റെ പൊടിയും ഉപ്പും അതുപോലെ തന്നെ ചെറുനാരങ്ങയും. ഇതിപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ കഴുകുന്ന സമയത്ത് എണ്ണയുടെയൊക്കെ അംശം പോകാൻ വേണ്ടിയിട്ട് സോപ്പ് വെച്ച് കഴുകിക്കോളും. അപ്പോൾ ഇത് കഴുകിയതിന് ശേഷമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ ഇതിൻ്റെ ഒരു റിസൾട്ട്. നല്ല വൃത്തി തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെ വീട്ടിലും ഇഷ്ടികയും എല്ലാം ഉണ്ടാവും. ഈ ഒരു വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.